ഹലോ ഗായ്സ്, എന്നൊരു കേസരി റെസിപ്പിയാണ് കേട്ടോ. ക്യാരറ്റ് നന്നായി കഴുകിയെടുത്ത് പീലർ കൊണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. വേവിച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ക്യാരറ്റും പിന്നെ ഈ ഒരു വേവിച്ച ഈ ഒരു വെള്ളമാണ് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാൻ യൂസ് ആക്കുന്നത്. അപ്പോൾ വേവിച്ചതിന് ശേഷം ഈ ഒരു സെയിം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് പാലും ഏലക്കും പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുക. ഇനി വേണ്ടത് റവ നന്നായി ഒന്ന് വറുത്തെടുക്കണം. റവ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതേ പാൻ തന്നെ കുറച്ച് നെയ്യ് എടുത്ത് ഡ്രൈ ഗ്രേപ്സും നട്ട്സും ഒന്ന് വറുത്തെടുക്കണം. ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ലപോലെ ചൂടായതിനു ശേഷം റവ കുറച്ചായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കട്ട പിടിക്കണം, നല്ല ശ്രദ്ധിക്കണം. കുറച്ചായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ ഒരു പരിവായി കിട്ടണം കേട്ടോ. പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് നിൽക്കണം. അപ്പോൾ നമ്മളെ ക്യാരറ്റ് കേസരി റെഡി ആയി കഴിഞ്ഞു. ഒരു ബൗളെടുത്ത് ഇതിലേക്ക് നട്ട്സും ഡ്രൈ ഗ്രേപ്സും ഇട്ടതിന് ശേഷം ഈ ക്യാരറ്റ് കേസരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അടി പരപ്പുള്ള ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ നന്നായി അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കേസരി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.